ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുഞ്ഞിന് കുറച്ച് ബേഡ്സിന് മേടിച്ച് കൊടുക്കാൻ പോയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കത് പോയി പർച്ചേസ് ചെയ്ത് മാറ്റിക്കൊണ്ടുപോയി വെച്ചിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ പറയണത് കേട്ടോ. പോയപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല, അതിന് വന്നപ്പോഴാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കണത്. പാറോതിന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറായിലൂടെ ചെറായി പാടില്ലേ, അങ്ങോട്ട് പോണേക്കുള്ള ബ്രിഡ്ജാണത്. ടൂ വീലറിനാണ് കേട്ടോ നമ്മൾ പോയത്. അന്നേരം ഞാൻ മാത്രമാണ് പോയത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കിച്ചു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ ഒച്ചയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മുളയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഉച്ച കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പോയി ഇറങ്ങിയപ്പോൾ കാര്യമായിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചെറുതായിട്ട് നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ ഈ ബേഡ്സിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ട്. ആ കടയിൽ ബേഡ്സ് മാത്രമല്ല കേട്ടോ, വേറെ ഈ ഗിനിപ്പന്നി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നല്ല ഭംഗിയില്ലേ, മഞ്ഞ, പച്ച, നീല, പല ഭയങ്കര കളർഫുള്ളായിരുന്നു. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് ശരിക്കും ഞങ്ങൾ അവിടെ ചെന്നത്. അത് ഞങ്ങൾ കുറച്ച് നേരം എല്ലാം ഒന്ന് നോക്കി കണ്ട് ചുറ്റിക്കറങ്ങിയിട്ട് നിന്ന് ലാസ്റ്റ് ഈ ലവ് ബേഡ്സിൽ അങ്ങോട്ട് ഒതുങ്ങി. കാരണം ആ ചേട്ടനോട് ഏതൊക്കെ ബേഡ്സിന് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ആ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ച് തന്നെ ആ ചേട്ടൻ ഓരോ ബേഡിനെ പിടിച്ച് പെട്ടിയിലാക്കി കൊണ്ടുപോകാനായിട്ടുള്ള പാകത്തിനാക്കിയൊക്കെ തരുന്നുണ്ട്. ആ ചേട്ടൻ നല്ല സഹകരണമായിരുന്നു കേട്ടോ. നമ്മൾ പറയണത് തന്നെ കുറേ സമയം കൊടുത്താണ് പിടിച്ചത് കൊണ്ടുവന്ന് തന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ടേ പെട്ടെന്ന് കൺഫ്യൂഷനായി പോയി, അത് തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ. ആ ചേട്ടൻ കുറേ നേരം നല്ലോണം ക്ഷമയോട് കൂടി തന്നെ ഇന്ന് ഞങ്ങൾ കൂടി നന്നായിട്ട് സഹകരിച്ചിരുന്നു കേട്ടോ ആ ചേട്ടൻ. ബേഡ്സ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പച്ച, മഞ്ഞ, പിങ്ക് കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. ഒരുപാട് മീനുകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ആ വെറൈറ്റി മുട്ടകളും മീനുകളും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോസ് എടുക്കാറ്. നമ്മൾ ബേഡ്സിനൊക്കെ മേടിച്ച് തിരിച്ച് വരണേന്ന് കേട്ടോ. തിരിച്ച് വരാൻ നേരത്ത് ഏകദേശം സന്ധ്യയായി. തിരിച്ച് പോന്നുകൊണ്ടിരിക്കണേ. കുഞ്ഞിന് നമ്മൾ ബേഡ്സൊക്കെ മേടിച്ച് ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി. കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല, സംഭവം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കണേ. സമയം 8:08 കുഞ്ഞിനെ എണീക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുത്തിപ്പൊക്കാൻ നോക്കിക്കൊണ്ടിരിക്കണേണ്. ലവ് ബേഡ്സിനെ കിട്ടിയതോടുകൂടി കുഞ്ഞ് ഹാപ്പി ആയിട്ടാ. പിന്നെ കുഞ്ചു അതിനെ എങ്ങനെയെങ്കിലും പരിപ്പെടുക്കണമെന്ന് കരുതിയിട്ട് ഇരിക്കുകയായിരുന്നു കുപ്പിയും പിടിച്ച്. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി കേക്ക് മുറിക്കാനുണ്ടായിരുന്നു. പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ എല്ലാവരും തന്നെ കൂടി ഒരു കേക്ക് മുറിച്ചു. രാത്രി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുഡ് എടുത്തു കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യം കുഞ്ഞിൻ്റെ ഫ്രണ്ട്സിനാണ് കൊടുത്തത്, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത്.